ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നിപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചോറിന് വെള്ളക്കടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കട്ടൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ തീ എത്തിക്കാനൊക്കെ വന്നത്. കുഞ്ഞാപ്പു ഇന്ന് രാവിലെ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുലീൻ്റെ പ്രശ്നം കാരണം രാവിലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി, അങ്ങനെ കുറേ അങ്ങനെയൊക്കെ പോയിട്ടാ. പിന്നെ ഇന്ന് മഞ്ഞ് എത്രത്തോളം ഇല്ല കേട്ടോ, എന്നാലും ചെറിയ രീതിയിലൊക്കെയുള്ള മഞ്ഞേ ഉള്ളൂ. മേലോട്ടേക്ക് ആദ്യമേ കയറിപ്പോയിട്ടില്ല കേട്ടോ. പുലീൻ്റെ ഒരു ചെറിയ ഭയം ഇല്ലായിരുന്നു, കുറച്ച് വെട്ടം വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചക്കരേനെ ഒതുവിധത്തിൽ പോയി കുത്തിപ്പൊന്തിച്ച് കടയിൽ പറഞ്ഞു വിട്ടാണ് കേട്ടോ. ഉള്ളി തീർന്നിട്ടുണ്ടായിരുന്നു, കറി വെക്കാൻ ഉള്ളി ഉണ്ടായിരുന്നില്ല, പേസ്റ്റും ഉണ്ടായിരുന്നില്ല. അന്നേരം ചക്കരേനെ പറഞ്ഞിട്ട് ഉള്ളിയും പേസ്റ്റും മേടിപ്പിച്ചു. ആ കൂടെ ആ കുഞ്ഞാപ്പൂനൊരു ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഒരാളതൊക്കെ ഒന്ന് പൊട്ടിച്ച് പരിശോധനയിലാണ്. പിന്നെ ഇന്ന് കടലക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. കുഞ്ഞാപ്പൂ അത് അവിടെ എന്തൊക്കെയോ പരിപാടി എടുക്കുന്നുണ്ട്. കട്ടിലിൻ്റെ മുകളിൽ കയറി താഴോട്ടേക്ക് തുള്ളുക, ഇതൊക്കെ തന്നെയാണ് അവളുടെ കലാപരിപാടികൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് വലിയ ആകൃതി ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ചില സമയങ്ങളിൽ നല്ല ഷേപ്പുള്ള ചപ്പാത്തി ആയിരിക്കും, ചില സമയങ്ങളിൽ ഒരു ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ മാത്രം കഴിക്കാനല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ രാത്രി ഇവർ മുകളിൽ തീയിട്ടിട്ടിരുന്നതാണ് കേട്ടോ. ഇന്നലെ പുലീനെ നോക്കി പോയിട്ട് 10-11 മണിയായി. മുകളിലെല്ലാവരും തീയൊക്കെ ഇട്ടിരുന്ന് കുറേ സമയമായിട്ടോ വരുമ്പോൾ ശ്യാമട്ടനൊക്കെ അവിടെ തീയിട്ട് വെച്ചാണ്. ശ്യാമട്ടൻ്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ. അന്നേരം ഞാൻ ഇതിങ്ങ് എടുത്തെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടു, കുട്ടികൾ ഇതാ ചായ കുടിക്കുന്നുണ്ട്. കുഞ്ഞപ്പോൾ കുട്ടിക്ക് ചായ കൊടുത്തിട്ട് ഫോൺ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി എടുത്തതിന് കച്ചറ കൂട്ടുന്നുണ്ട് കേട്ടോ. അവളെ കാർട്ടൂണ് മാറ്റിയെന്നും പറഞ്ഞിട്ട്. പിന്നെ ചപ്പാത്തിയൊക്കെ മുഴുവൻ ചുട്ട് കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു. പിന്നെ ഇതാ പാത്രം ഉണ്ട് കുറച്ച് കഴുകാൻ. പിന്നെ ഇത് ഇന്നലെ നമ്മളത്തെ മഷ്റൂം വാങ്ങുമ്പോഴുള്ള പാത്രമാണ് കേട്ടോ. അന്നേരം ആ പാത്രം ഞാൻ എന്താക്കി കളഞ്ഞില്ല, ഞാൻ എടുത്തു വെച്ചു. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പച്ചക്കറിയൊക്കെ മുറിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റും അതും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കൊണ്ട് കളയാലോ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ആ പാത്രം കളഞ്ഞില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ കളയില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ, അങ്ങനെ ഞാൻ എടുത്ത് വെക്കും. ഐസ്ക്രീമിൻ്റെ പാട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാനൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എല്ലാം തട്ടിക്കൊടിഞ്ഞ് വൃത്തിയാക്കി അടുക്കളയിലെ പരിപാടികൾ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള വെള്ളം ഉണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട്. എനിക്ക് രാവിലെ എന്തായാലും ഒരു ഗ്ലാസ് കട്ടൻ ചായ രാവിലെയും കുടിക്കണം, പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും കുടിക്കണം. കുട്ടികൾക്ക് അങ്ങനെ വേണമെന്നില്ല, പൊന്നൂസിനാണ് കേട്ടോ നിർബന്ധം. അവർക്ക് മറ്റവർക്ക് രണ്ടുപേർക്ക് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല, അവർക്ക് വെള്ളമാണെങ്കിലും കുടിച്ചോളൂ കേട്ടോ. പിന്നെ ഇതാ എൻ്റെ മൂത്ത സന്തതിയുടെ പരിപാടിയാണ് കേട്ടോ ഇത്. വീടിൻ്റെ ഉള്ളിൽ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചിടല്. മറ്റേറ്റുള്ള രണ്ടിനെ കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്ന് തോന്നില്ല. ആൾ ഫ്രീ ഉള്ള ടൈം മുഴുവൻ വെട്ടലും മുറിക്കലും തന്നെയായിരിക്കും കേട്ടോ. ഇത് രാത്രി എടുക്കുന്ന കലാപരിപാടിയാണ് കേട്ടോ. മുഴുവൻ വെട്ടി മുറിച്ചിട്ട് നമ്മളത് ഈ പ്ലാസ്റ്റിക്കും കൂടിയല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ പേപ്പറൊക്കെ പോയി കഴിഞ്ഞാൽ അടിച്ചുവാരി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. എത്ര പറഞ്ഞാലും ആൾക്കിത് മനസ്സിലാവില്ല. ഇങ്ങനെ വെട്ടി മുറിച്ചിടും. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കട്ടിലിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കൂടെ താഴേക്ക് ഒരൊറ്റ തട്ടാണ് കേട്ടോ. ഇതാളുടെ സ്ഥിരം പരിപാടിയാണ്. ചെറിയ കുട്ടികളെക്കാളും അപ്പുറമാണ് ഇങ്ങനെ അതും ഇതൊക്കെ വെട്ടി മുറിക്കുന്ന പരിപാടി കേട്ടോ. പിന്നെ അവർ ചായ കുടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ അടിച്ചു വാരൽ, പാത്രം കഴുകൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അലക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ചെയ്തു. ഇതാ മഞ്ഞൊക്കെ ഇപ്പോൾ മാറി വെയിലെറിച്ച് വരുന്നേ ഉള്ളൂ. 9 മണിയായാലും നമ്മളിവിടെ ഈ ഒരു തെളിച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാര്യമായിട്ടുള്ള തെളിച്ചങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അതായത് തുണികളൊക്കെ ആറിയിടുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിൽ വരും കേട്ടോ. ഈ രാവിലത്തെയും മങ്ങൽ നോക്കണ്ട, കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വെയിലാവും കേട്ടോ. നല്ല ചൂടുള്ള വെയിലാണ്. നമുക്ക് പക്ഷേ വീട്ടിലേക്ക് അത്ര ചൂടറിയില്ല, ഇവിടേക്ക് കയറുമ്പോഴാണ് ചൂടറിയുന്നത്. ഇന്നലെ തീയിട്ടില്ല, നേരത്തെ തീയിട്ട കാണിച്ചതുണ്ടായില്ലേ, അത് എവിടെയാണ് കേട്ടോ തീയിട്ടിട്ടുണ്ടായിരുന്നത്. നല്ല വിറകിൻ്റെ കരിയൊക്കെ കിടക്കണം, നല്ല കനലുണ്ടായിരുന്നു, നല്ല വിറകാണ് കേട്ടോ കത്തിച്ചതെന്ന് തോന്നുന്നുണ്ട് ഇവർ. പിന്നെ ഇത് ആ കാണുന്ന വീട്ടിൻ്റെ മോൾ ഭാഗത്ത് നിന്നാണ് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന മെസ്സേജ്. ഇന്ന ആളുടെ വീടിൻ്റെ മോൾ വശത്ത് നിന്നാണ് വാട്സപ്പ് മെസ്സേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പലരും പല വിധത്തിലാണ് കേട്ടോ പറയുന്നത്. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞത്. കറക്റ്റ് അറിയണമെങ്കിൽ ഇത് വീഡിയോ എടുത്ത കക്ഷിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് ഏത് ഭാഗത്താണ് കണ്ടത് എന്ന് കേട്ടോ. ഇത് പനിയൻ മീൻ വന്ന വണ്ടിയാണ് കേട്ടോ. ഇത് മീനില്ല, ഇപ്പോൾ 2-3 ദിവസമായിട്ടൊക്കെ ഇടക്കിടക്ക് മീനില്ല കേട്ടോ. മീനിന് വില കൂടുതലോ എന്തൊക്കെയോ ആണ് തോന്നുന്നുണ്ടാവും. മിക്ക ദിവസം ലീവാണ്. അതായത് കുട്ടികൾ പിന്നെ ഇത് ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. ശ്യാമാട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം അച്ഛൻ്റെ വണ്ടി ഒന്ന് കഴുകി കൊടുക്കുന്നതാണ് മക്കൾ. അതായത് അച്ഛന് 3 ആളും കൂടെ വണ്ടി നല്ല സൂപ്പറായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട്. ശ്യാമാട്ടന് കുറേ ദിവസമായിട്ട് വണ്ടി കഴുകാനൊന്നും സമയം കിട്ടുന്നുണ്ടായില്ല. രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് വീണ്ടും പണിക്ക് പോകുന്നുണ്ട്. അന്നേരം മക്കൾ നല്ല അടിപൊളിയായിട്ട് അച്ഛൻ്റെ വണ്ടിയൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അന്നേരം ആഴ്ചയിലോ മാസത്തിലൊക്കെയാണ് ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കൽ ഇവർക്ക് കിട്ടുള്ളൂ. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഒന്നും നടക്കില്ല. പൊന്നൂസിൻ്റെ ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. എണ്ണ തേക്കൽ പരിപാടിയൊന്നും ആൾക്ക് തീരെ ഇഷ്ടമല്ല. എന്നാലും എണ്ണയൊക്കെ തേച്ച് ഞങ്ങൾ കുളിക്കാൻ പോകുന്ന ആൾക്ക് നല്ല ജലദോഷമാണ്. തലയിലേക്ക് തൊടുമ്പോൾ തന്നെ തല ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആൾക്ക് ഞങ്ങൾ താളിയൊന്നും കൊടുത്തിട്ടില്ല തേക്കാൻ. ഞാനും ചക്കരയും താളിയൊക്കെ തേച്ച് കുളിക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചക്കരേൻ്റെ തലയൊന്നും നല്ല പെയിനുണ്ട് കേട്ടോ. കുറേ ദിവസമായി തലയൊക്കെ ചീകാണ്ട് പെയിനിൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും ഭയങ്കര പെയിൻ്റെ പ്രശ്നമാണ് കേട്ടോ. പിന്നെ പൊന്നൂസ് അതിൻ്റെ തലയൊക്കെ ഒന്ന് നോക്കി തന്നു. ഇവർ വീട്ടിലിരിക്കുമ്പോൾ കേട്ടോ തലയിലൊക്കെ ഒന്ന് നോക്കാനും തലയൊക്കെ ഒന്ന് മസാജ് ചെയ്യിക്കാനൊക്കെ പറ്റുള്ളൂ. പൊന്നൂസ് തലയിൽ തൊടുമ്പോൾ നല്ല സുഖമാണ്, നല്ല തല മസാജൊക്കെ ചെയ്ത് തരും കേട്ടോ. ഈ കുഞ്ഞാപ്പൂൻ്റെ പ്രഗ്നൻസി സമയത്ത് എപ്പോഴും കാല് മസാജ്, കൈ മസാജ്, തല മസാജൊക്കെ ആൾ നന്നായിട്ട് ചെയ്ത് തരും. ഇപ്പോഴും ഈ കാല് കടച്ചിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് തരും കേട്ടോ. അവൾ ഭയങ്കര സ്മൂത്തായിട്ട് മസാജ് ചെയ്യും.
നേരത്തേക്ക് നമ്മൾ കുഞ്ഞാപ്പുക്കുട്ടിക്ക് കരച്ചിലും ബഹളമൊക്കെ വന്നിട്ട് ആൾക്ക് ഇങ്ങനെ എന്നെ ആരും തലയിൽ തൊടുന്നതോ അങ്ങനെയൊന്നും ആൾക്ക് ഇഷ്ടമല്ല. ആൾക്ക് വെറുതെ ഇളക്കം വരും അന്നേരം. എന്നെ ആരും തൊടാൻ പാടില്ല, ഞാൻ അവളെ മാത്രം അമ്മയാണ്, ഇവരത് ആരും അമ്മയല്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, ഞാൻ അമ്മൻ്റെ മാത്രം കുട്ടിയല്ലേ, ഇവരമ്മൻ്റെ അല്ലല്ലോ, ഇവരമ്മയല്ലല്ലോ, ഞാൻ ഇവളെ മാത്രം അമ്മയല്ലേന്ന്. ആരതാ ഞങ്ങൾ പൊന്നൂസ് കുറച്ച് നേരം തലയൊക്കെ നോക്കി തന്നു. പിന്നെ പേഞ്ചീർപ്പ് കൊണ്ടാണ് ഈ ചീകണത്. ഞാൻ തലയൊന്ന് നോക്ക് പറയുമ്പോൾ നോക്കൂല, ചീകി തരാമെന്ന് പറഞ്ഞിട്ട് ചീകാണ് കേട്ടോ ചെയ്യുന്നത്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടിയുണ്ട്. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പിന്നിക്കെട്ടു കേട്ടോ. എനിക്ക് മുടി പിന്നിക്കെട്ടുന്ന ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ വണ്ണമില്ലാത്ത മുടിയായതുകൊണ്ട് പിന്നിക്കെട്ടുമ്പോൾ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ചക്കരയും കുഞ്ഞാപ്പൂ താളിയൊക്കെ പറിക്കുന്നുണ്ട്. പുഴു വരുന്നുണ്ട് കേട്ടോ താളീൻ്റെ മുകളിലൊക്കെ. അന്നേരം നോക്കി അവർ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കുളിക്കാൻ പോവുകയാണ്. അങ്ങനെ കുളിക്കാൻ പോയത് കുഞ്ഞാപ്പുക്കുട്ടിക്ക് ചൂടുവെള്ളമൊക്കെ എടുത്തിട്ടാണ് പോണത്. കാരണം ഫുള്ള് ഇപ്പോൾ വെള്ളത്തിൽ കളിയായിരിക്കും. ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊന്നും ഇവിടെ വിടൂല കേട്ടോ. ഒന്നാമത്തെ തണുപ്പല്ലേ, താഴേക്ക് ഇറങ്ങുമ്പോഴേ ഒരു ഭയങ്കര തണുപ്പാണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ കളിക്കാനോ പുഴയിലേക്ക് ഇറങ്ങാനൊന്നും അങ്ങനെ സമ്മതിക്കാറില്ല. അന്നേരം ഞങ്ങളുള്ളപ്പോൾ വല്ലപ്പോഴും മാത്രം വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ വെള്ളത്തിൽ കളിക്കാനൊന്നും വിടൂല കേട്ടോ. ചക്കരയും അനിയൻ്റെ കുട്ടിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് മീൻ പിടിക്കാനും ഞണ്ട് പിടിക്കാനൊക്കെ ഇറങ്ങും. പക്ഷേ കുഞ്ഞാപ്പുക്കുട്ടി കരവരെ വരും എന്നല്ലാണ്ട് വെള്ളത്തിലേക്ക് താഴത്തേക്ക് ഇറക്കലേ ഇല്ല. ഒന്നാമത്തെ വെള്ളമുണ്ട്, അതുകൊണ്ട് ഇറക്കലില്ല. പിന്നെ അതൊരു ശീലമായിപ്പോവും. നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അവരെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഓട്ടോമാറ്റിക്കലി പുഴയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൾക്ക് വെള്ളത്തിൽ കളിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് വെള്ളത്തിലേക്ക് അങ്ങനെ ഇറക്കി കളിപ്പിക്കലേ ഇല്ല. കരയിൽ നിർത്തിയിട്ടുള്ള കാഴ്ചയും വർത്താനം മാത്രമേ ഉള്ളൂ കേട്ടോ. കാലിങ്ങനെ ഇടയ്ക്ക് ഇട്ട് നോക്കുന്നല്ലാണ്ട് വെള്ളത്തിൽ കളിക്കാൻ വിടുകയില്ല. അന്നേരം കുഞ്ഞാപ്പൂന് കുളിക്കാൻ ചൂടുവെള്ളം എടുത്തിട്ടാണ് വന്നത്. അന്നേരം ഇന്ന് ലേശം നേരം വെള്ളത്തിൽ നിന്നോട്ടെ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളൊക്കെ പൂട്ടിയല്ലേ വിചാരിച്ചിട്ട് 3 കുറച്ച് നേരം വെള്ളത്തിലിറക്കി വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പൊന്നൂച്ചേന്ന് ജലദോഷവും കൂടി ആയതുകൊണ്ട് അവൾ പുഴയെന്ന് ഞാൻ പറഞ്ഞു തലേന്നും കഴുകണ്ട, വീട്ടിൽ പോയിട്ട് തന്നെ കഴുകിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ പുഴയെന്ന് തലേന്നും കഴുകിയില്ല. അന്നേരം വല്ലപ്പോഴൊക്കെ ഇങ്ങനെ താളി തേച്ച് കുളിയുള്ളൂ. തണുപ്പല്ലേ ഒന്നാമത്തെ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇടക്കിടക്ക് ഞങ്ങൾ താളി തേച്ച് കുളിക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പറ്റൂല, എനിക്ക് വേഗം പല്ലുവേദന വരും. അതുകൊണ്ട് എനിക്ക് താളി അധികം പറ്റുകയില്ല കേട്ടോ. പൊന്നുകുട്ടിയും ചക്കരയും കുഞ്ഞാപ്പൂവും കിട്ടിയ അവസരം മുതലാക്കുക എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കളിച്ചു. പിന്നെ കുഞ്ഞാപ്പൂനെയും ചൂടുവെള്ളം എടുത്തിട്ട് വന്നതുകൊണ്ട് തന്നെ ആളെ വേഗം കുളിപ്പിച്ച് കയറ്റിയിട്ടാ. അത് ചക്കര ഇവിടുന്ന് തന്നെ 3/4 ഭാഗവും നനഞ്ഞിട്ടാണ് ചക്കര കയറിപ്പോയത്. എന്നിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അന്നേരത്തേക്കന്നെ നല്ല തണുപ്പ് വീണ് തുടങ്ങി, വെയിലൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കരേൻ്റെ തലയൊക്കെ കഴുകി കൊടുത്തു, അവളെ കയറ്റി വിട്ടു, കുഞ്ഞാപ്പൂവിനെ കുളിപ്പിച്ചു. എന്നിട്ട് ഞാനിന്ന് ആ തലയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് പോകാൻ കേട്ടോ. ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ തലയൊക്കെ കഴുകി പോകുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവും കേട്ടോ തലയ്ക്ക്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ ഇത്രയും വെള്ളം തലയിൽ ഒഴിച്ച് കുളിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നല്ലോണം തലയൊക്കെ നല്ല കഴുകിയിട്ട് കയറി പോവാം കേട്ടോ. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ വന്നിട്ട് അമ്മ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അമ്മ എപ്പോഴും പുഴയിൽ വന്നിട്ടാണ് തല കഴുകിയിട്ട് പോവുക. നമ്മളങ്ങനെ ചെയ്യൂല, നമുക്ക് മടിയാണ് ഒന്നാമത്തത്. അതുകൊണ്ടാണ് കേട്ടോ, മടി കാരണമാണ്. കുഞ്ഞാപ്പുക്കുട്ടീനെ വീണ്ടും കുളിപ്പിച്ച് കയറ്റി താഴേക്ക് ഇറക്കിയിട്ടില്ല എന്നുള്ളതിനുള്ള പരാതിയും പരിഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അവൾക്ക് വെള്ളത്തിൽ തന്നെ കളിക്കണം. അന്നേരത്തേക്കും കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചപ്പോഴത്തേക്ക് ആൾ നന്നായിട്ട് നല്ലോണം വിറയൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ ഞാൻ കയറ്റി വിട്ടു. എന്നിട്ടും ആൾക്ക് നിക്കപ്പുറത്തിയൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിപിരി വന്ന് നടക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടാരോ പുഴക്കരയിൽ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് കുപ്പി വെള്ളത്തിൽ കൂടെ ഒലിച്ച് പോകുന്നുണ്ട് കേട്ടോ. ആരോ വെള്ളം അടിയാൻ തോന്നുന്നുണ്ട്. വെള്ളം ഉണ്ടല്ലോ, പുഴ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് ഇടുക തോന്നുന്നുണ്ട്. പിന്നെ അലക്കാൻ ലേശം ഉണ്ടായിരുന്നു. അന്നേരം തലയൊക്കെ കഴുകി അതും കൂടെ അലക്കിയിട്ട് അങ്ങോട്ട് കയറി പോകാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു. അന്നേരത്തേക്ക് ഇതാണ്ട് കുഞ്ഞാപ്പുക്കുട്ടി വീണ്ടും വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പുറം ഇപ്പുറയായിട്ട് ഇങ്ങനെ ആൾ പിരിപിരി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വടിയൊക്കെ എടുത്തപ്പോൾ ആളൊന്ന് കയറിപ്പോയത് കേട്ടോ. അല്ലാണ്ട് പോണേ ഉണ്ടായിട്ടില്ല, ഒച്ചെടുത്തിട്ടൊന്നും പോകണുണ്ടായില്ല. പിന്നെ ഞാൻ ഒരുവിധം ചീത്ത പറഞ്ഞു വിട്ടു. അന്നേരത്തേക്ക് അവിടെ ഒരു വടി കണ്ടുപിടിച്ചു. പിന്നെ ആ വടി കിട്ടിയാലാ പോകുള്ളൂ എന്നായി. അങ്ങനെയൊക്കെയാണ് ആളുടെ പ്രശ്നം. ആൾക്ക് എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കച്ചറളിച്ചോണ്ടിരിക്കും കേട്ടോ. ചക്കരേൻ്റെ ഇടയിൽ കൂടെ ഞാൻ അലക്കി വരുമ്പോഴത്തേക്ക് വേഗം കുളിച്ചുകൊണ്ട് മേലേക്ക് കയറ്റി വിട്ടതാണ്. ഇനിയിപ്പോൾ ചായ കുടിയും പരിപാടികളൊക്കെ ഉള്ളൂ, വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇനി മക്കളുള്ളപ്പോൾ മാത്രമല്ല ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല. അവരും കൂടെ ഉള്ളപ്പോൾ ആകുമ്പം എല്ലാം ഒന്ന് നടക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കണമെങ്കിലും ഒന്നിനും പറ്റൂല. ഇവിടെ താഴേക്ക് വന്നിട്ട് വീഡിയോസ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരാളില്ലാണ്ട് നടക്കൂലല്ലോ. അന്നേരം അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനത്തെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനൊന്നും പറ്റാത്തത്. പിന്നെ പുഴയത്തെ വീഡിയോസും പുറത്തുള്ള വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ കുട്ടികളില്ലാണ്ട് പറ്റില്ല. അന്നേരം ഇനി 10 ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ അങ്ങനെ ഇടാം. നമ്മളെ പുഴയൊക്കെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പുഴയത്തെ വീഡിയോസ് കുറച്ച് കൂടുതലായിട്ട് ഇടാം. ഇങ്ങനെയൊക്കെ ഇല്ലാത്ത ഭാഗങ്ങളിലേക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങ് ദൂരത്തേക്കൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ കുഞ്ഞാപ്പൂൻ്റെ ബനിയൻ അവിടെ ഊരിയിട്ടുണ്ടായിരുന്നു. അത് എടുത്തുതരാൻ പോകേണ്ടത് അവിടെ നിന്ന് ഒരൊറ്റ അപ്പുറത്തേക്ക് എറിയും, നിൽക്കണ്ട അങ്ങെത്തും. പിന്നെ അവിടെ നിന്ന് ഞാൻ വേറെ പോയിട്ട് എടുക്കണം. ഇതൊക്കെയാണ് ആളുടെ പരിപാടികൾ കേട്ടോ. കുരുത്തക്കെട് എന്ന് പറഞ്ഞാൽ വെറും കുരുത്തക്കെടാണ്ട്. അതായത് നമ്മളെ വീഡിയോസ് കാണുന്നവരെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ കുളിയും പരിപാടി അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വന്നു ചായ കുടിക്കാൻ കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടി ബിസ്ക്കറ്റ് ആരും എടുക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് കയ്യിൽ വെച്ചേക്കാണ് കേട്ടോ. ക്രീം ബിസ്ക്കറ്റ് ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇത്തിരി മടി കൂടുതലാണ്. ബാക്കിയുള്ള ബിസ്ക്കറ്റൊക്കെ കൊടുക്കും കേട്ടോ. നെയ്യപ്പം ചായയാണ് കേട്ടോ ഇന്ന്. അത് ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.